ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചൊരു വ്യത്യസ്തമായ വിഭവം തയ്യാറാക്കാം. നമുക്ക് എല്ലാവർക്കും പാവയ്ക്ക കഴിക്കാൻ മടിയാണ്. നോർത്ത് ഇന്ത്യൻസ് സാധാരണ ചപ്പാത്തിക്ക് കോമ്പിനേഷനായിട്ടാണ് ഇത് ഉണ്ടാക്കി കഴിക്കാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത രുചിയിൽ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പാവയ്ക്ക നിറച്ച് തയ്യാറാക്കുന്ന വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് പാവയ്ക്ക അല്ലെങ്കിൽ കയ്പ്പയ്ക്ക എങ്ങനെയാണ് സ്റ്റഫ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, കാൽ ടീസ്പൂൺ ഉലുവ. ഇത്രയും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനൊരു മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നമ്മൾ പൊടികൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത്. നല്ലൊരു മണമായിരിക്കും. ഇപ്പം ഇതുപോലെ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഡ്രൈ മാംഗോ പൗഡർ 2 ടീസ്പൂൺ. ഇത്രയുമാണ് വേണ്ടത്. ഇനി നമുക്ക് പാവയ്ക്ക വേണം. പാവയ്ക്ക നല്ല പച്ച കളറുള്ള ചെറിയ അധികം മൂക്കാത്ത പാവയ്ക്ക എടുക്കുകയാണ് നല്ലത്. എനിക്കിപ്പോൾ അധികം ചെറുത് കിട്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വലുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും വേണം. പാവയ്ക്ക നല്ലവണ്ണം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഇങ്ങനെ കഴുകിയെടുത്ത പാവയ്ക്കയാണിത്. അതിൻ്റെ മുള്ളുള്ള ഭാഗവും പച്ച കളറുള്ള ഭാഗവും ഒക്കെ ഇതുപോലെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം. ഇത് പിന്നീട് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് കളയരുത്. നല്ലൊരു പാത്രത്തിൽ തന്നെ ഇതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു കത്തി വെച്ചോ ഗ്രേറ്റർ വെച്ചോ ഒക്കെ ഉരച്ചോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എല്ലാ പാവയ്ക്കയുടെയും പുറത്തെ മുള്ള ഇതുപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് പിളർക്കാം. ഒരു സൈഡ് ഇങ്ങനെ ഒരു വരയിട്ട് കൊടുത്തിട്ട് ഒന്ന് കീറിയെടുക്കാം. എന്നിട്ട് അതിനകത്തുള്ള കുരുവും എല്ലാം കൂടി ഒന്ന് നീക്കം ചെയ്യാം. ഇളത്തെ ആയതുകൊണ്ട് അതും കൂടി നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. മൂത്ത് പോയതാണെങ്കിൽ എടുക്കരുത്. എനിക്ക് ഒരെണ്ണം പഴുത്തതായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നല്ലോണം ചെറുതാക്കി ഒന്ന് കൊത്തി അരിഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പെടുത്തിട്ട് 2-1 ഇട്ട് വയ്ക്കണം. കൊത്തി അരിഞ്ഞതിലും ഇടണം. അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്യാനെടുക്കുന്ന പാവയ്ക്കയിലും ഒന്ന് പുരട്ടി വയ്ക്കണം. അകത്തും പുറത്തുമൊക്കെ നല്ലവണ്ണം പുരട്ടിയതിന് ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് പിന്നീട് നമ്മൾ കഴുകിയാണ് എടുക്കുന്നത്. പാവയ്ക്കയുടെ കയ്പ്പ് മാറാനും കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ കയ്പ്പ് ഇഷ്ടമുള്ളവർ ഈ ഇതുപോലെ കൊത്തി അരിഞ്ഞതിനകത്ത് അതുപോലെ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് മസാല നിറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ആ ഉപ്പ് നീരൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ആ സ്റ്റഫ് ചെയ്യാനുള്ള പാവയ്ക്കയും നല്ലവണ്ണം വെള്ളത്തിൽ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞ് ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചൊന്ന് ഒപ്പിയെടുക്കണം. സ്റ്റഫ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കിയത് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിയും പെരുംജീരകവും നല്ല ജീരകവും ഉലുവയും കൂടി കൂടിയത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഡ്രൈ മാംഗോ പൗഡർ നമ്മളിപ്പോൾ ഇടില്ല, പിന്നീടാണ് ഇടുന്നത്. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവക്കയുടെ തൊലിയും കുരുവും എല്ലാം കൂടി ചേർന്ന ഭാഗമിടാം. ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒരു കഷ്ണം പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. കൈ കൊണ്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ആ മസാല എല്ലാം കൂടി ഒന്ന് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്ന് ഇളക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് മൂടി വേവിക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാ മസാലയും ആ പാവയ്ക്കയിലൊക്കെ പിടിച്ച് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഡ്രൈ മാംഗോ പൗഡർ. ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കുക. ഉപ്പ് പോരെങ്കിൽ ഇപ്പോഴിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കഴുകി വെള്ളം തുടച്ചു വെച്ചിരിക്കുന്ന പാവയ്ക്കയുടെ ഉള്ളിലേക്ക് ഈ മസാല നിറച്ചു കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാല എല്ലാം കൂടി പുറത്തേക്ക് ചാടും. ഇതുപോലെ എല്ലാം നിറച്ചെടുക്കണം. ഇനി ഒരു നൂലെടുത്തിട്ട് ഞാനിതൊന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. മസാല ഒട്ടും പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. അത് നിർബന്ധമുള്ള സ്റ്റെപ്പല്ല. ഞാൻ എല്ലാ പാവയ്ക്കും ഇതുപോലെ നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലവണ്ണം ചൂടാകുമ്പോഴേക്കും നമുക്ക് നിറച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാ വശങ്ങളും ഇതുപോലെ മൊരിയിച്ചെടുക്കണം. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുവാണെങ്കിൽ എല്ലാ ഭാഗവും ഇതുപോലെ വെന്ത് കിട്ടും. നല്ല സോഫ്റ്റുമായിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. നമ്മുടെ പാവയ്ക്ക സ്റ്റഫ് ചെയ്തത് എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിക്ക് വളരെ നല്ലൊരു കോമ്പിനേഷനാണിത്. നേരത്തെ ഞങ്ങൾ ഔട്ട് ഓഫ് കേരള താമസിച്ച സമയത്ത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, യുപിക്കാരായിരുന്നു. അവരെനിക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കി ഞങ്ങളുടെ ട്രെയിൻ യാത്രകളിലൊക്കെ തന്നു വിടുമായിരുന്നു. വളരെ ടേസ്റ്റിയാണ്, എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അന്നും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.